കുട്ടികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26-ലെ 1-2 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 1-2 ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. 10ൽ തുടങ്ങുന്ന പൊതുവ്യത്യാസം 0 ഒരു സമാന്തര ശ്രേണി 1, 2, 3, 4, 5, 6, 7 അതിലെ 7 പദങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം 0 ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ പദങ്ങളും 10 തന്നെയാണ്. ഈ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 7 10, അതായത് 7 × 10 = 70. ഇനി 7 പദങ്ങളുടെ തുക 70 വരുന്ന മറ്റൊരു ശ്രേണി കണ്ടെത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതിനായി ഈ ശ്രേണിയുടെ നടുക്കുള്ള ഈ പദം, ഈ മിഡ് നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. നമ്മൾ മറ്റൊരു ശ്രേണി ഉണ്ടാക്കുകയാണ്. അതിന്റെ 7 പദങ്ങളുടെയും തുക 70 തന്നെയാവണം. അതിനായി നടുക്കുള്ള ഈ 10ന് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഇനി ഈ ഇടതുവശത്തുള്ള ഈ 10ൽ നിന്ന് നമ്മൾ ഒരു 1 കുറയ്ക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു 1 കുറയ്ക്കുന്നു. അപ്പോൾ ഈ 10 9 അതിനു പകരം നമ്മൾ വലതുവശത്തുള്ള ഈ 10നോട് കൂടി ഒരു 1 കൂട്ടുന്നു. അപ്പോൾ ഈ സംഖ്യ 11 അപ്പോൾ ഈ സംഖ്യയിൽ നിന്ന് ഒരു 1 കുറഞ്ഞപ്പോൾ അതിന് പകരമായി നമ്മൾ ഈ സംഖ്യയുടെ കൂടെ ഒരു 1 കൂട്ടി. ഇപ്പൊ ഈ 10ന്റെ ഇടതുവശത്തുള്ള ഈ 10ന്റെയും വലതുവശത്തുള്ള ഈ 10ന്റെയും ഇവയുടെ തുക എന്ന് പറയുന്നത് 10 + 10 = 20 ആയിരുന്നു. ഇവിടെയും ഈ 9 + 11 എന്ന് പറയുമ്പോൾ 9 + 11 = 20 തന്നെയാണ്. കാരണം ഇവിടെ ഒരു 1 കുറഞ്ഞപ്പോൾ പകരം ഇവിടെ ഒരു 1 കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവയുടെ തുക 20 തന്നെയാണ്. നടുക്കുള്ള ഈ പദത്തിന്റെ മിഡ് ടേമിന്റെ ട്വൈസ് ആണ്, 2 മടങ്ങാണ് ഒരു സ്ഥാനം ഇടത്തോട്ടും ഒരു സ്ഥാനം വലത്തോട്ടുമുള്ള ഈ 2 സംഖ്യകളുടെ തുക. ഇവിടെയും ഈ നടുക്കുള്ള 10ന്റെ ട്വൈസ് ആണ്, ഇരട്ടിയാണ്. അതിന്റെ ഇടതുവശത്തേക്ക് ഒരു സ്ഥാനം നീങ്ങിയിട്ടുള്ള 9നും വലതുവശത്തേക്ക് ഒരു സ്ഥാനം നീങ്ങിയിട്ടുള്ള 11നും 9 + 11 20 തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഈ സംഖ്യയിൽ നിന്ന് നമുക്ക് 2 കുറയ്ക്കാം. -2. ഈ 10 എന്നത് 8 ആവും. അപ്പൊ ഇവിടെ 2 കുറച്ചിട്ടുണ്ടെങ്കിൽ പകരം ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ സ്ഥാനം വലതുവശത്തേക്ക് നമുക്ക് 2 കൂട്ടാം. അപ്പൊ ഈ സംഖ്യ 12 അപ്പൊ ഇവിടെ 2 കുറഞ്ഞതിന് പകരം നമ്മളിവിടെ 2 കൂട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്കൊന്ന് നോക്കാം. ഈ 2 സംഖ്യകളുടെ മുമ്പ് ഉള്ള ഈ 2 സംഖ്യകളുടെ 10 + 10 = 20 ആയിരുന്നു. ഇപ്പോൾ കിട്ടിയ ഈ 2 സംഖ്യകളുടെയും തുക 8 + 12 = 20 തന്നെയാണ്. അപ്പൊ ഇവിടെ അടുക്കള ഈ പദത്തിന്റെ തുല്യ അകലത്തിൽ പിന്നിലും മുന്നിലുമുള്ള ഈ 2 സംഖ്യകളുടെ തുക ഈ നടുക്കുള്ള പദത്തിന്റെ ട്വൈസ് ആണ്, 2 മടങ്ങാണ്. ഈ ശ്രേണിയിലും നമുക്ക് കാണുന്നത് നടുക്കുള്ള പദത്തിന്റെ തുല്യ അകലത്തിൽ പിന്നിലും മുന്നിലുമുള്ള ഈ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഈ നടുക്കുള്ള പദത്തിന്റെ ട്വൈസ് ആണ്, 2 മടങ്ങാണ്. ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 2 ആണ് മൈനസ് ചെയ്തത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിനി 3 മൈനസ് ചെയ്യാം. മൂന്നാമത്തെ സ്ഥാനത്തുള്ള ഈ 10ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 10ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 7. അതിന് പകരം നമ്മൾ വലതുവശത്തേക്ക് 3 കൂട്ടുന്നു, +3 കൂട്ടുന്നു. അപ്പൊ 10ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 13. അപ്പൊ നമുക്ക് 7ഉം 13 കിട്ടിയത്. ഇവിടെ നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ പഴയ ശ്രേണിയിൽ ഈ 2 പദങ്ങളുടെ തുക 10 + 10 = 20 ആണ്. ഇപ്പോൾ ഈ ശ്രേണിയുടെയും 7ഉം 13, 7 + 13 = 20. ഇതിൽ നമുക്ക് പറയാം 10ന്റെ തുല്യ അകലത്തിൽ പിന്നിലേക്കും മുന്നിലേക്കുമുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നടുക്കുള്ള പദത്തിന്റെ ട്വൈസ് ആണ്, 2 മടങ്ങാണ് എന്ന് പറയാം. അപ്പോൾ ഈ ശ്രേണി 7, 8, 9, 10, 11, 12, 13 etc. സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം 1 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. ഇതുപോലെ നമ്മൾ 1 മൈനസ് ചെയ്യുന്നതിന് പകരം 2 വീതം മൈനസ് ചെയ്താൽ 2 പൊതുവ്യത്യാസമായിട്ട് എടുത്താൽ നമുക്ക് വേറെയും ശ്രേണികൾ കിട്ടും. അതേപോലെ പൊതുവ്യത്യാസം എത്ര മാറ്റിയെടുത്താലും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫിനിറ്റി അനന്തം സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് ഇതേപോലെ 7 പദങ്ങളുടെ തുക 70 വരുന്ന വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ശ്രേണിയുടെ ഒരു ആശയം നമ്മൾ ഇവിടെ പറയുന്നത്, നമുക്ക് നോക്കാനുള്ള ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് നടുക്കുള്ള പദത്തിന്റെ ട്വൈസ് ആയിരിക്കും, 2 മടങ്ങായിരിക്കും
ഈ പദത്തിന്റെ തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുക. അതുപോലെ 2 സ്ഥാനം ഇടത്തോട്ട് നീങ്ങിയിട്ടുള്ള 8, 2 സ്ഥാനം വലത്തോട്ട് നീങ്ങിയിട്ടുള്ള 12. 8ഉം 12ഉം 20 ആണ്. 3 സ്ഥാനം പിന്നിലേക്ക് നീങ്ങിയിട്ടുള്ള 7, 3 സ്ഥാനം മുന്നിലേക്ക് നീങ്ങിയിട്ടുള്ള 13. ഇവയുടെ തുകയും 20 ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആശയം അങ്ങനെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക നടുവിലെ പദത്തിന്റെ 2 മടങ്ങാണ്. In an arithmetic sequence, the sum of the two terms at the same distance behind and ahead, a term is twice the term. ഇനി നമുക്ക് രണ്ടാമത്തെ ആശയം നോക്കാം. നമുക്ക് ഈ ശ്രേണി ഒന്ന് നോക്കാം. പൊതുവ്യത്യാസം 1 ആയിട്ടുള്ള 7ൽ തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ നടുക്കുള്ള പദം 10 ആണ്. നമുക്ക് ഈ 3 സംഖ്യകളൊന്ന് പരിഗണിക്കാം. ഇവയുടെ തുക 30 ആണ്. 30 കിട്ടാൻ നമുക്ക് ഈ നടുക്കുള്ള പദമായ 10 × 3 = 30 ചെയ്താൽ മതി. ഇവിടെ എത്ര എണ്ണമുണ്ടോ ആ എണ്ണം കൊണ്ട് നടുക്കുള്ള പദത്തിനെ ഗുണിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു 5 പദങ്ങൾ എടുക്കാം. ഈ പദങ്ങൾ ഇവയുടെ തുക ഈ നടുക്കുള്ള പദത്തിനെ, ഇവിടെ നമ്മൾ 5 പദങ്ങളാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നടുക്കുള്ള പദത്തിനെ 10നെ പദങ്ങളുടെ എണ്ണമായ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, = 50. ഇനി ഈ 7 പദങ്ങൾ നമുക്ക് പരിഗണിക്കാം. ഈ 7 പദങ്ങളുടെ തുക എന്നുള്ളതും നടുക്കുള്ള 10നെ ഇൻറ്റു ഇവിടെ ആകെ പദങ്ങളുടെ എണ്ണം 7 ആണ്, = 70 അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആശയം. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെയും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളുടെയും തുക നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ്. In an arithmetic sequence, the sum of a term and the consecutive terms at the same distance behind and ahead is the product of this term and the number of terms. 5, 10, 15, 20, 25, 30, 35 എക്സെട്ര 5ൽ തുടങ്ങുന്ന 5 പൊതുവ്യത്യാസമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയുടെ 7 പദങ്ങളാണ്. ഇതിന്റെ നടുക്കുള്ള പദമായ മിഡിൽ ടേം 20 ആണ്. ആ 20ന്റെ തുല്യ അകലത്തിൽ പിന്നിലോട്ടും മുന്നിലോട്ടുമുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ നടുക്കുള്ള പദത്തിന്റെ 2 മടങ്ങാണ്, ട്വൈസ് ആണ്. ഇത് 20 ആണ്. 15ഉം 25ഉം കൂടെ കൂട്ടിയാൽ 40. ഈ 20ന്റെ 2 മടങ്ങ് ട്വൈസ് ആണ് തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുക. അത് ഈ 2 പദങ്ങൾ എടുത്താലും 5ഉം 35ഉം 40 ആണ്. ഈ നടുക്കുള്ള പദത്തിന്റെ ഇരട്ടിയാണ്. അതാണ് ഒന്നാമത്തെ ആശയം. ഇനി രണ്ടാമത്തെ ആശയമായിട്ട് പറഞ്ഞത്, ഇതിലെ പദങ്ങൾ, ഈ 3 പദങ്ങളുടെയും തുക എന്ന് പറയുന്നത് ഈ നടുക്കുള്ള പദത്തിനെ ഈ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ്. നടുക്കുള്ള പദം 20, ഇവിടെ 3 പദങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ എണ്ണം × 3 = 60. ഇനി ഇത്രയും പദമാണ് എടുക്കുന്നതെങ്കിൽ, 5 പദമാണ് എടുക്കുന്നതെങ്കിൽ നടുക്കുള്ള പദം 20 × 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അത് × 5 = 100. അതേപോലെ 7 പദം എടുക്കുമ്പോൾ ഇവിടെയുള്ള ആകെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നടുക്കുള്ള പദം 20 തന്നെ, ആകെയുള്ള എണ്ണം എന്ന് പറയുന്നത് 7, 140. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആശയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു പദം വരണമെങ്കിൽ ഈ ആകെയുള്ള പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് നടുക്ക് ഒരു പദമായിട്ട് കിട്ടുക. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങൾ എണ്ണം ഒറ്റസംഖ്യയായി എടുത്താൽ അവയുടെ തുക നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ്. The sum of an odd number of consecutive terms of an arithmetic sequence is the product of the middle term and the number of terms. ഇനി നമുക്ക് ടേം കണക്ഷൻസ്, പദബന്ധങ്ങൾ എന്ന ഭാഗത്തെ പേജ് നമ്പർ 26ലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the fourth term of an arithmetic sequence is 8. Find the sum of the pairs of terms given below, third and fifth, second and sixth, first and seventh. What is the sum of the third, fourth and fifth terms? What is the sum of the 5 terms from the second to the sixth? What is the sum of the 7 terms from first to the seventh? ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 8 ആണ്. നമുക്ക് ഈ ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. ഇതുപയോഗിച്ച് നമുക്കൊരു 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കാണണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 4ാം പദം 8. ഇതുപയോഗിച്ച് നമുക്ക് 3ാമത്തെ പദത്തിന്റെയും 5ാമത്തെ പദത്തിന്റെയും തുക കാണണം.
അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം അറിയില്ല. നാലാമത്തെ പദമാണ് 8 എന്നറിയാം. പിന്നെ നമുക്കുള്ള പിന്നീടുള്ള പദങ്ങളും അറിയില്ല. ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ പദമാണ്, ഇത് നാലാമത്തെ, 5, 6ാമത്തെ പദം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ മൂന്നാമത്തെ പദത്തിൻ്റെയും അഞ്ചാമത്തെ പദത്തിൻ്റെയും തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പദങ്ങളുടെ മധ്യപദമാണ് ഈ നാലാമത്തെ പദമായ 8. അപ്പോൾ നാലാമത്തെ പദത്തിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം പിന്നിലേക്കും ഒരു പൊതുവ്യത്യാസം മുന്നിലേക്കുമുള്ള പദങ്ങളാണ് മൂന്നാമത്തെ പദവും അഞ്ചാമത്തെ പദവും. അപ്പോൾ അവയുടെ തുക എന്ന് പറയുന്നത് ഈ മധ്യപദത്തിൻ്റെ ട്വൈസ് ആണ്, 2 മടങ്ങാണ്. അപ്പം മൂന്നാം പദം പ്ലസ് അഞ്ചാം പദം സമം 2 ഇൻറ്റു, അതായത് മൂന്നാം പദം പ്ലസ് അഞ്ചാം പദം എന്ന് പറയുന്നത് 2 ഇൻറ്റു നാലാം പദം സമം 2 ഇൻറ്റു നാലാം പദം നമുക്ക് 8 ആണെന്ന് തന്നിട്ടുണ്ട്. 8 സമം 16. അപ്പം മൂന്നാം പദത്തിൻ്റെയും അഞ്ചാം പദത്തിൻ്റെയും തുക മധ്യത്തിലുള്ള ഈ പദത്തിൻ്റെ ഇരട്ടിയായ 16 ആണ്. ഇനി അടുത്ത ചോദ്യം, രണ്ടാം പദത്തിൻ്റെയും ആറാം പദത്തിൻ്റെയും തുക. ഈ നാലാം പദത്തിൽ നിന്ന് 2 പൊതുവ്യത്യാസം പിന്നിലോട്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് രണ്ടാം പദം കിട്ടുന്നത്. 2 പൊതുവ്യത്യാസം മുന്നിലേക്കാണ് ആറാം പദം. അപ്പോൾ രണ്ടാം പദത്തിൻ്റെയും ആറാം പദത്തിൻ്റെയും മധ്യപദമാണ്, മിഡിൽ ടേം ആണ് ഈ നാലാം പദം. അപ്പോൾ ഈ 2 പദങ്ങളുടെയും തുക അതിൻ്റെ മധ്യപദത്തിൻ്റെ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആണ്. അപ്പോൾ സമം 2 ഇൻറ്റു മധ്യപദം മിഡിൽ ടേം എന്ന് പറയുന്നത് 8 സമം 16. ഇനി നമുക്ക് കാണേണ്ടത് ഒന്നാം പദത്തിൻ്റെയും ഏഴാം പദത്തിൻ്റെയും തുക. നാലാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം പിന്നിലേക്കാണ് ഒന്നാം പദം, 3 പൊതുവ്യത്യാസം മുന്നിലേക്കാണ് ഏഴാം പദം. അപ്പോൾ ഒന്നാം പദത്തിൻ്റെയും ഏഴാം പദത്തിൻ്റെയും മധ്യപദമാണ് നാലാം പദം. അപ്പോൾ ഇവയുടെ തുക എന്ന് പറയുന്നത് ഒന്നാം പദത്തിൻ്റെയും ഏഴാം പദത്തിൻ്റെയും തുക മധ്യപദത്തിൻ്റെ ട്വൈസ്, 2 മടങ്ങ്. 2 ഇൻറ്റു 8 സമം 16. ഇനി അടുത്ത ചോദ്യം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, ഈ 3 പദങ്ങളുടെയും തുക. അപ്പോൾ ഈ 3 പദങ്ങളുടെ തുക നമ്മൾ പഠിച്ചു. മധ്യത്തിലുള്ള പദം ഇൻറ്റു ഈ പദങ്ങളുടെ എണ്ണം. ഇവിടെ 3 പദങ്ങളുടെ തുകയാണ് കാണാനുള്ളത്. മധ്യത്തിലുള്ള പദം 8 ആണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നതാണ് ഈ 3 പദങ്ങളുടെ തുക. അപ്പോൾ 8 ഇൻറ്റു 3 സമം 24. ഇനി അടുത്തത് രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള 5 പദങ്ങൾ. അപ്പോൾ രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ളത് 1, 2, 3, 4, 5 പദങ്ങൾ. ഈ 5 പദങ്ങളിലും നാലാം പദം എന്നുള്ളതാണ് മധ്യപദം. അപ്പോൾ ഈ 5 പദങ്ങളുടെ തുക മധ്യപദം മിഡിൽ ടേം ഇൻറ്റു ആ പദങ്ങളുടെ എണ്ണം. അപ്പോൾ 8 ഇൻറ്റു 5 പദങ്ങളാണ്, ഇൻറ്റു 5 സമം 40. അടുത്ത ചോദ്യം, ഒന്നാം പദം മുതൽ ഏഴാം പദം വരെയുള്ള പദങ്ങളുടെ തുക. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള പദങ്ങളുടെ മധ്യപദം ഈ നാലാമത്തെ പദമായ 8 ആണ്. അപ്പോൾ ഇവയുടെ തുക എന്ന് പറയുന്നത് 8 ഇൻറ്റു പദങ്ങളുടെ എണ്ണം 7 ആണ്, ഇൻറ്റു 7 സമം 56. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണ്. 9ാം പദം, 10ാം പദം, 11ാം പദം, ഈ 3 പദങ്ങളുടെയും തുക 90 ആണ് എങ്കിൽ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കാണുക. 9ാം പദം, 10ാം പദം, 11ാം പദം എന്നുള്ളത് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് തുടർച്ചയായ 3 പദങ്ങളാണ്. അപ്പോൾ ഈ 3 പദങ്ങളുടെ തുകയാണ് 90. അപ്പോൾ 3 പദങ്ങളുടെ തുക നമ്മൾ കാണുന്നത്, അപ്പോൾ നടുക്കുള്ള ഈ പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ 3 പദങ്ങളാണ് ഉള്ളത്. അപ്പോൾ 3 ഇൻറ്റു 10ാം പദമാണ് ഈ 90 എന്നുള്ളത്. അതിൽ നിന്ന് 10ാം പദം സമം 90, ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ 3 സമം 30. നമുക്കിതിൽ നിന്ന് 10ാം പദം സമം 30 എന്ന് കിട്ടും. പൊതുവ്യത്യാസം 2 തന്നിട്ടുണ്ട്. ഇനി സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കാണാൻ ആദ്യം നമുക്ക് ഒന്നാമത്തെ പദം കാണണം. അപ്പോൾ 10ാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദമാണ് കാണേണ്ടത്. അപ്പോൾ ഈ 1നും 10നും ഇടയ്ക്കുള്ള പൊതുവ്യത്യാസം 10 - 1 സമം 9 പൊതുവ്യത്യാസമാണുള്ളത്. ഈ 9 പൊതുവ്യത്യാസം 10ൻ്റെ കൂടെ മുന്നിലേക്കാണെങ്കിൽ നമ്മൾ ഈ 9 പൊതുവ്യത്യാസം കൂട്ടും. പക്ഷെ പിന്നിലേക്ക് കുറയ്ക്കാണ് വേണ്ടത്, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 10ാമത്തെ പദത്തിൽ നിന്ന് 9 പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. അപ്പോൾ 1ാം പദം സമം 10ാം പദം മൈനസ് 9 പൊതുവ്യത്യാസം.
സമം 10-ാം പദം നമ്മൾ 30 കണ്ടിട്ടുണ്ട്. മൈനസ് 9 ഇൻറ്റു പൊതുവ്യത്യാസം 2 തന്നിട്ടുണ്ട്. സമം 30 മൈനസ് 18 സമം 12. 1-ാം പദമാണ് 12 കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ആദ്യത്തെ 3 പദങ്ങളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ 1-ാം പദം 12, പൊതുവ്യത്യാസം 2 ആയതുകൊണ്ട് അടുത്ത പദം 14, 3-ാമത്തെ പദം 16 എക്സിട്ര. ഇതാണ് സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ. എ സ്റ്റോറി ഫോർ യു. തേളും തവളയും പല പ്രാവശ്യം കണ്ടുമുട്ടി. ഓരോ പ്രാവശ്യം കണ്ടുമുട്ടുമ്പോഴും അവർ അവരുടെ പരിചയം പുതുക്കി. പതുക്കെ പതുക്കെ അവർ നല്ല സുഹൃത്തുക്കളായി. അപ്പോഴൊക്കെ തവളയുടെ കൂട്ടത്തിലുള്ളവർ തവളയോട് പറഞ്ഞു, വേണ്ട, തേളിൻ്റെ കൂട്ടുകൂടണ്ട, തേളിനെ വിശ്വസിച്ചുകൂടാ എന്ന്. പക്ഷേ തവളയ്ക്ക് തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഒട്ടും ഇഷ്ടമായില്ല. തവള അതിനൊന്നും പ്രതികരിക്കാതെ തേളിൻ്റെ കൂടെ കൂട്ടുകൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം തേള് പറഞ്ഞു, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് പുഴയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കടക്കാലോ. എനിക്കാണെങ്കിൽ ഈ പുഴയുടെ അപ്പുറം എന്താണ് ലോകം എന്ന് പോലും അറിഞ്ഞുകൂടാ. തവള പറഞ്ഞു, ഇതുപോലെയൊക്കെ തന്നെയാണ് അവിടെയും, എന്നാലും എനിക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്ക് എന്നെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ? തേള് ചോദിച്ചു. അതിനെന്താ, കൊണ്ടുപോകാലോ, തവള പറഞ്ഞു. എല്ലാ വാക്കും കൊടുത്ത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തവള ചിന്തിച്ചു, തേളിൻ്റെ അത്ര അടുത്ത് താൻ നിന്നിട്ടില്ല, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തേള് തന്നെ ചതിക്കുമോ? തവളയുടെ ആലോചന കണ്ട് തേള് ചോദിച്ചു, നീ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നിന്നെ ചതിക്കുമോ എന്നാണോ? ഒരിക്കലും ഇല്ലല്ലോ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ. അങ്ങനെ 2 പേരും കൂടി പുഴയുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനായി തേള് തവളയുടെ പുറത്തേക്ക് കയറി. അങ്ങനെ തവള പതുക്കെ പുഴയിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തവളയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. തവള തേളിനോട് ചോദിച്ചു, തേളെ, നീ എന്നെ മുറുക്കി പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, തേള് പറഞ്ഞു. അങ്ങനെ പുഴയുടെ നടുക്കെത്തിയപ്പോൾ തേള് വല്ലാതെ തവളയെ മുറുക്കി പിടിക്കാൻ തുടങ്ങി. തവള പറഞ്ഞു, തേളെ, നീ എന്നെ ഇത്ര മുറുക്കി പിടിക്കരുത്, എനിക്ക് വേദനിക്കുന്നു. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തേളിൻ്റെ ആ പിടുത്തത്തിൻ്റെ മുറുക്കം കൂടി വന്നു. തവള പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ മുറുക്കി പിടിക്കരുത്, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല, ഞാനും നീയും ഈ പുഴയിൽ മുങ്ങിപ്പോകും. പക്ഷേ തേള് തൻ്റെ പിടുത്തം മുറുക്കിക്കൊണ്ടേയിരുന്നു. 2 പേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. തവള ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ 2 പേരും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ 2 പേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. കുട്ടികളെ, നമുക്കുമുണ്ട് ഒത്തിരി കൂട്ടുകാർ. സൗഹൃദം എന്നത് സുഹൃത്താണ്. പക്ഷേ ഇവിടെ തേള് അവസാനം പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല തവളെ, ഞാൻ ഇങ്ങനെയാണ് ചില സുഹൃത്തുക്കൾ. നമ്മൾ എത്ര ജീവൻ കൊടുത്ത് വിശ്വസിച്ചാലും തിരിച്ചു വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടുകൂടും. സൗഹൃദങ്ങൾ സൂക്ഷിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയതും തന്നിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. താങ്ക് യു.